Hi all, welcome to Shadow Broadcasting Free Path IAS. I am Ridoraj. നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിന് കണ്ടിന്യൂഷൻ അങ്ങനെ തന്നെ പോകുന്നതാണ്. ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് സാലന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിനകത്ത് വേറെ ഒരുപാട് ഫീച്ചേഴ്സ് പഠിച്ചായിരുന്നു. ഒരു ഫ്രഷ് ഫീച്ചറാണ് ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ഫീച്ചേഴ്സ്. ഈ പേരിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ഫീച്ചേഴ്സ്. എന്താണ് ഫെഡറൽ സിസ്റ്റം? അടിസ്ഥാനപരമായിട്ടും കേന്ദ്രവും സംസ്ഥാനം ഉണ്ടാകുകയും വ്യക്തമായിട്ടും ഡിവിഷൻ ഓഫ് പവേഴ്സ് പറയുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് മീൻ ബൈ ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ഫീച്ചേഴ്സ്. വാട്ട് ഈസ് മീൻ ബൈ യൂണിറ്ററി കോൺസ്റ്റിറ്റ്യൂഷൻ? ഹാവിങ് എ സ്ട്രോങ് സെൻട്രൽ ഗവൺമെൻറ്. അതിൻ്റെ അർത്ഥം എന്താണ് വ്യക്തമാക്കുന്നത്? ഈവൻ ദോ നമ്മൾ അടിസ്ഥാനപരമായിട്ടും ഒരു ഫെഡറൽ രാജ്യമാണെങ്കിൽ പോലും, കേന്ദ്രവും സംസ്ഥാനമുള്ള വ്യക്തമായ ഡിവിഷനുള്ള അധികാരമുള്ള രാജ്യമാണ് എങ്കിൽ പോലും, ഇവിടെ ആര് കുറച്ചും കൂടി സ്ട്രോങ് ആണെന്ന് പറയുന്നു? നമ്മുടെ കേന്ദ്രം കുറച്ചും കൂടി സ്ട്രോങ് ആണെന്ന് പറയുന്നു. ദാറ്റ് ഐഡിയ ഈസ് വാട്ട് മീൻ ബൈ ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ഫീച്ചേഴ്സ്. എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും നമ്മുടെ കേന്ദ്രം പവർഫുൾ ആണെന്ന്? അസ്യൂം, ഒന്ന്, നമ്മളൊരു ഫെഡറൽ രാജ്യമാണ്, അതിൽ ആർക്കും ഒരു സംശയമില്ല അല്ലേ? എന്നാൽ അമേരിക്ക പോലെ ഒരു ഫെഡറൽ രാജ്യമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? ഒരിക്കലുമല്ല. കാരണം എന്താണ്? അമേരിക്കയിൽ എക്സാമ്പിൾ സംസ്ഥാനങ്ങൾക്ക് എന്തുണ്ട്? സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയുണ്ട് അല്ലേ? ഇന്ത്യൻ സ്റ്റേറ്റ്സിന് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ? ഇല്ല. നമുക്ക് എന്തു മാത്രമേ ഉള്ളൂ? ഒരു സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും. എന്നാൽ നോക്കുകയാണെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അൾട്ടിമേറ്റ്ലി കൺട്രോൾ ചെയ്യുന്നത് ആര് തന്നെയാണ്? പാർലമെൻറ്റ് തന്നെയാണ് അല്ലേ? അവിടെ സംസ്ഥാനങ്ങൾക്ക് എന്തില്ല? ചില കേസിൽ മാത്രമേ എന്തുള്ളൂ? അധികാരമുള്ളൂ. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മുടെ ഏക ഭരണഘടന അൾട്ടിമേറ്റ്ലി കൺട്രോൾ ചെയ്യുന്ന ആരാണ്? നമ്മുടെ പാർലമെൻറ്റാണ്. അവിടെ ആർക്ക് അധികാരമില്ല? സംസ്ഥാനങ്ങൾക്ക് അധികം കുറവാണ്, വളരെ വളരെ കുറവാണ്. അപ്പോൾ ആരാണ് പവർഫുൾ ഏജൻസി? നമ്മുടെ കേന്ദ്രം തന്നെയാണ് അല്ലേ? ഇങ്ങനെ പല പല കേസുകൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് എന്താണ്? കേന്ദ്രത്തിനെ കമ്പയർ അധികാരങ്ങൾ വളരെ കുറവ് തന്നെയാണ്. അല്ലെങ്കിൽ നോക്കിയേ, ഇപ്പോൾ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളെ ഗവർണർമാരെ അപ്പോയിൻ്റ് ചെയ്യുന്ന ആരാണ്? ബൈ ദി പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ അല്ലേ? എന്നാൽ ഈ ഗവർണർ വർക്ക് ചെയ്യുന്ന എവിടെയാണ്? സ്റ്റേറ്റിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡായിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്? ഗവർണർ വർക്ക് ചെയ്യുന്നത്. അപ്പോയിൻ്റ് ചെയ്യുന്ന ആരാണ്? കേന്ദ്രമാണ്. ഈ ഗവർണറിൻ്റെ കൂറ് എങ്ങോട്ടായിരിക്കും? കേന്ദ്രത്തിനോടായിരിക്കും. അപ്പോൾ കേന്ദ്രത്തിന് ഗവർണർ വഴി ഒരു സംസ്ഥാനങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചൂടെ? കൺട്രോൾ ചെയ്യാൻ സാധ്യമാണ്. എങ്ങനെ? ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസ്സാക്കുന്ന ബില്ല് നമ്മൾ ആർക്ക് അയച്ചു കൊടുക്കുക? ഗവർണർക്ക് അയച്ചു കൊടുക്കുക അല്ലേ? ഇദ്ദേഹം സൈൻ ചെയ്താൽ മാത്രമേ ആ ബില്ല് എന്തായി മാറത്തുള്ളൂ? ഒരു ആക്റ്റോ നിയമവുമായി മാറത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അസ്യൂം, ഇപ്പോൾ കേരള ലെജിസ്ലേച്ചർ പാസ്സാക്കുന്ന ബില്ല് കേരള ഗവർണർ സൈൻ ചെയ്തില്ല എങ്കിൽ അത് നിയമമായി മാറുമോ? ഒരിക്കലും നിയമമായി മാറത്തില്ല. നിയമമായി മാറാതെ നമ്മുടെ സർക്കാർ നടപ്പിലാക്കാൻ സാധ്യമാണോ? നടപ്പിലാക്കാൻ സാധ്യമല്ല. ഈ ഗവർണർക്ക് സൈൻ ചെയ്യാം, സൈൻ ചെയ്യാതെ ഇരിക്കാം. അങ്ങനെയാണെങ്കിൽ കേന്ദ്രം അപ്പോയിൻ്റ് ചെയ്യുന്ന ഒരു കേന്ദ്രത്തിൻ്റെ പ്രതിനിധിക്ക് എന്ത് സാധ്യമാണ്? ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ബില്ലുകൾ പാസ്സാക്കാതിരിക്കാൻ ആരെ കൊണ്ട് സാധ്യമാണ്? ഈ സംസ്ഥാനങ്ങളെ കൊണ്ട്, ഗവർണർമാരെ കൊണ്ട് എന്താണ് സാധ്യമാണ്. അങ്ങനെയാണെങ്കിൽ ബൈ യൂസിങ് ദി ഗവർണർ ഹു ഈസ് കൺട്രോളിങ് ദി സ്റ്റേറ്റ്സ്, ഇറ്റ്സ് ബൈ ദി സെൻറ്റർ. ഇത് ജസ്റ്റ് എ ഫ്യൂ എക്സാമ്പിൾസ്. ഇങ്ങനെ പല പല എക്സാമ്പിൾസ് നമുക്കുണ്ട്. എഗെയിൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാണ്? UPSC സിവിൽ സർവീസ് എക്സാമിന് വേണ്ടിയാണ് അല്ലേ? നമ്മൾ IAS IPSകാരെ റിക്രൂട്ട് ചെയ്യുന്നത് ആരാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, കേന്ദ്രം. ട്രെയിനിങ് കൊടുക്കുന്നവരുടെയാണ് LBSNA മസൂരിയിലോ SVP അക്കാഡമി ഹൈദരാബാദിലൊക്കെയാണ് ട്രെയിനിങ് കൊടുക്കുന്ന ആരാണ്? അതും കേന്ദ്രം. നമ്മൾ അപ്പോയിൻ്റ് ചെയ്യുന്ന ആരാണ്? രാഷ്ട്രപതി, അതും കേന്ദ്രം. എന്നാൽ നമ്മൾ വർക്ക് ചെയ്യുന്നവരുടെയാണ് സംസ്ഥാനത്തിലെ ഡെയിലി അഡ്മിനിസ്ട്രേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. കേന്ദ്രം റിക്രൂട്ട് ചെയ്ത്, കേന്ദ്രം ട്രെയിനിങ് കൊടുത്ത്, കേന്ദ്രം അപ്പോയിൻ്റ് ചെയ്യുന്ന IAS IPS ആര് വർക്ക് ചെയ്യുന്നവരുടെയാണ് സംസ്ഥാനങ്ങളുടെ ഡെയിലി അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ടാണ്. ഈ IAS IPSകാരുടെ മണ്ടയ്ക്കുള്ള അൾട്ടിമേറ്റ് കൺട്രോൾ ആർക്ക് മാത്രമേ ഉള്ളൂ? കേന്ദ്രത്തിന് മാത്രമേ ഉള്ളൂ.
ഒരു IAS IPS കാരനെ പുറത്താക്കാൻ ആരെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ? രാഷ്ട്രപതിയെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. ഷോയിങ് യൂണിറ്ററി ടെൻഡൻസീസ്. ഈവൻ ദോ വി ആർ ഹാവിങ് എ ഫെഡറൽ സംവിധാനം, അൾട്ടിമേറ്റ്ലി പല കാര്യങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേന്ദ്രം എന്തായി മാറുകയാണ്? വളരെ പവർഫുള്ളായി മാറുകയാണ്. ദ ഐഡിയ ഈസ് വാട്ട് മീൻ ബൈ എ ഫെഡറൽ സിസ്റ്റം വിത്ത് സം യൂണിറ്ററി ഫീച്ചേഴ്സ്. ക്ലിയർ? ഗുഡ്. അടുത്ത ഒരു ഫീച്ചറാണ്, നമ്മൾ നേരത്തെ ജസ്റ്റ് പറഞ്ഞു പോയൊരു ഫീച്ചറാണ്. ഇൻ ഇന്ത്യ വി ആർ ഹാവിങ് പാർലമെൻ്ററി ഗവൺമെൻറ് മെക്കാനിസം. എന്താണ് പാർലമെൻ്ററി ഗവൺമെൻറ് മെക്കാനിസം എന്ന് പറയുമ്പോൾ? നേരത്തെ പറഞ്ഞു, എക്സിക്യൂട്ടീവ്സ് ആർ റെസ്പോൺസിബിൾ ടു ദി ലെജിസ്ലേച്ചർ. സോ സർക്കാർ ചെയ്യുന്ന ഓരോരോ പ്രവൃത്തികളും ഓരോരോ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, ദേ ആർ റെസ്പോൺസിബിൾ ടു ദി ലെജിസ്ലേച്ചർ. നമ്മൾ ആശയം ബോർജ് എവിടെ നിന്നാണ്? UK കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇതും നമ്മുടെ എന്താണ് കറൻറ്റ്ലി നമ്മുടെ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും എന്താണ്? സവിശേഷതയാണ്. ഈ ഒരു ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ മറ്റു പല പേരുകളാണ് വെസ്റ്റ് മിനിസ്റ്റർ മോഡൽ ഓഫ് ഗവൺമെൻറ്. എന്താണ് വെസ്റ്റ് മിനിസ്റ്റർ? എനി ഐഡിയ? UK പാർലമെൻറ്റ് ഇരിക്കുന്ന ആ സ്ഥലത്തിൻ്റെ പേരാണെന്ത്? വെസ്റ്റ് മിനിസ്റ്റർ. സോ അത്യാവശ്യം ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു പാർലമെൻ്ററി സംവിധാനം പഴയത് അതൊക്കെ തന്നെയായിരുന്നു, UK ഒക്കെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ആ സ്ഥലത്തിൻ്റെ പേര് വെച്ച് ആ ഗവൺമെൻറ്റിൻ്റെ പേര് തന്നെ തീരുമാനിക്കാനായത്. ഇറ്റ് ഓൾസോ കോൾഡ് വെസ്റ്റ് മിനിസ്റ്റർ മോഡൽ ഓഫ് ഗവൺമെൻറ്. മറ്റൊരു പേരാണ് റെസ്പോൺസിബിൾ ഗവൺമെൻറ്. അതിൻ്റെ മറ്റൊരു പേരാണ് ക്യാബിനറ്റ് ഫോം ഓഫ് ഗവൺമെൻറ്. എല്ലാം എന്ത് തന്നെയാണ്? എക്സിക്യൂട്ടീവ്സ് ആർ റെസ്പോൺസിബിൾ ടു ദി ലെജിസ്ലേച്ചർ. സോ മന്ത്രിസഭയായിക്കോട്ടെ, എല്ലാ മന്ത്രിമാരായിക്കോട്ടെ, അവർ ചെയ്യുന്ന ആക്ഷൻസ് ഒരാക്ഷൻ ചെയ്യാതിരിക്കുകയാണെങ്കിലും ദേ ആർ റെസ്പോൺസിബിൾ ടു ദി ലെജിസ്ലേച്ചർ. ദറ്റ് ഐഡിയ ഈസ് വാട്ട് മീൻ ബൈ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. ക്ലിയർ? ഇത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ത് തന്നെയാണ്? ഒരു ഫീച്ചർ തന്നെയാണ്. നെക്സ്റ്റ് ഐഡിയ ഈസ് ദി ഐഡിയ ഓർ ദി വാല്യൂ ഓഫ് റിപ്പബ്ലിക്കൻ നേച്ചർ. വാട്ട് ഈസ് റിപ്പബ്ലിക്? നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, ഒരു രാഷ്ട്ര തലവൻ, ഹെഡ് ഓഫ് സ്റ്റേറ്റ്, ഈസ് എലക്റ്റഡ് എയ്തർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്യുന്നതിലൂടെയോ ജനങ്ങൾ ഇൻഡയറക്ട്ലി, അതായത് ജനപ്രതിനിധികൾ വഴിയാണ് ഒരു വ്യക്തി എലക്ട് ചെയ്ത് രാഷ്ട്രപതി ഓഫീസിലേക്ക് വരുന്നതെങ്കിൽ then we can call it as റിപ്പബ്ലിക്. ദയവ് തെറ്റിദ്ധരിക്കരുത്, ജനങ്ങളാൽ തന്നെ എലക്ട് ചെയ്ത് വരുന്ന ആളാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ജനങ്ങളോ ജനപ്രതിനിധികളോ വഴിയാണ് ഇലക്ഷൻ വഴി മുഖേന ജയിച്ച് വരുന്നതെങ്കിൽ then we can call it as a റിപ്പബ്ലിക്കൻ നേഷൻ. അതുകൊണ്ടാണ് എ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ഇസ് എലക്റ്റഡ് എയ്തർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഫ്രാൻസിൽ ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്യുന്നു. ഇന്ത്യയിലാണെങ്കിലോ ജനങ്ങളെല്ലാവരും വോട്ട് ചെയ്യുന്നില്ല. നമ്മുടെ MLA-മാരും MP-മാരും മാത്രമാണ് വോട്ട് ചെയ്തത്. എന്നിരുന്നാൽ പോലും ഇന്ത്യ എന്ത് തന്നെയാണ്? ഒരു റിപ്പബ്ലിക്കൻ രാജ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാണ്. UK എങ്ങനെയാണോ? UK ഫോളോസ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി. വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ഓർ വാട്ട് ഈസ് മൊണാർക്കി? ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട്സ് മൊണാർക്കി? രാജഭരണം. ഓക്കെ. സോ അബ്സല്യൂട്ട് മൊണാർക്കി എന്ന് പറയുമ്പോൾ എന്താണ്? രാജാവിന് എന്തും ചെയ്യാം. നമ്മളൊക്കെ ബാഹുബലി സിനിമ കണ്ടായിരിക്കുമല്ലേ? അതിൽ ബല്ലാൽ ദേവൻ എന്താണ്? രാജാവാണ്. പുള്ളിക്ക് എന്ത് സാധ്യമാണ്? തോന്നിയ പോലെ പെർഫോം ചെയ്യാൻ സാധ്യമാണ്. അതാണ് അബ്സല്യൂട്ട് മൊണാർക്കി എന്ന് പറയുന്നത്. ബട്ട് ദിസ് ഈസ് അനദർ കൈൻഡ് മൊണാർക്കി കോൾഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി. അതിൻ്റെ അർത്ഥം എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷനെ ഫോളോ ചെയ്തുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു രാജഭരണം, ഒരു മൊണാർക്കിയാണ് എന്ത്? വി കോൾ ഇറ്റ് ആസ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി. ഇപ്പോൾ UK കിങ്ങിന് ബാഹുബലിയിലെ ബല്ലേനെ പോലെ എന്ത് സാധ്യമല്ല? എല്ലാ കാലവും തോന്നിയ പോലെ ചെയ്യാൻ സാധ്യമല്ല. UK king must follow the values of their constitution. That idea is what meant by constitutional monarchy. The thing is that UK എന്തല്ല? റിപ്പബ്ലിക് അല്ല. കാരണം എന്താണ്? അവരെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് കിങ്ങോ ക്യൂനോ എന്തെല്ലാം ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് അല്ല. പക്ഷെ നമ്മുടെ രാഷ്ട്രപതി എന്ന ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്താണ്? ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. ജനങ്ങൾ നേരിട്ടല്ല എങ്കിലും പുള്ളി എന്താണ്? ഇലക്ഷൻ വഴിയാണ് ആ ഓഫീസിലേക്ക് തിരഞ്ഞെടുത്ത് വരുന്നത്. സോ ദാറ്റ് ഈസ് വൈ we are a republican nature or we are a republican country എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ ഒരു ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദി ടൈം ബീങ്.
നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഓക്കെ, സി യു ദെൻ, ബൈ.